നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അകക്കണ്ണിന്റെ കാഴ്ചയിൽ പഠനത്തിലും കലയിലും തിളങ്ങി അംന ഫാത്തിമ. നാട്ടിക ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാഞ്ഞിരച്ചുവട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. വാർത്തകൾ തുടരുന്നു. അകക്കണ്ണിന്റെ കാഴ്ചയിൽ പഠനത്തിലും കലയിലും ഒരേപോലെ കഴിവ് തെളിയിക്കുകയാണ് അംന ഫാത്തിമ എന്ന 7ാം ക്ലാസ്സുകാരി. സാവദൂരം ഉഷർമയുമൊളിയായി ഉലകിലെ കതിരോന്മശങ്കിടുന്നൊളിയായി അരികോറും കരിവുകിൽ കനത്ത പൊൽനീലയായി യേശത്തിൽ സിദ്ധികുമാർ അലിപൊലി കലിയായി. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ SRV UP സ്കൂൾ വിദ്യാർത്ഥിനിയായ അംന ജന്മനാലുള്ള കാഴ്ച പരിമിതിയെ തന്റെ കഴിവുകൾ കൊണ്ട് തോൽപ്പിച്ചു. ചന്ദ്രാപിന്നി സ്വദേശി അറയ്ക്ക വീട്ടിൽ നവാസ് ഷെറീന ദമ്പതികളുടെ 4 മക്കളിൽ ഇളയവളായ അംനയ്ക്ക് ജന്മനാൽ തന്നെ വലത് കണ്ണിന്റെ പൂർണ്ണമായും ഇടതുകണ്ണിന്റെ 80% കാഴ്ചശക്തി നഷ്ടമായിരുന്നു. നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. വിധിക്ക് മുന്നിൽ തളരാൻ പക്ഷേ അംനയുടെ മനസ്സ് തയ്യാറായില്ല. ഒപ്പം രക്ഷിതാക്കളും. ചെറിയ ക്ലാസ് മുതൽ തന്നെ അംന പഠനത്തിൽ മികവ് കാണിച്ചു തുടങ്ങിയിരുന്നു. അധ്യാപകർ അടുത്തിരുന്ന് പാഠഭാഗങ്ങൾ ഒരു തവണ വായിച്ചു കേൾപ്പിച്ചാൽ മതി. അതിലെ ഏത് ചോദ്യത്തിനും അംന തെറ്റാതെ ഉത്തരം പറയും. പുസ്തകങ്ങൾ കണ്ണിനോട് ചേർത്തുവെച്ചാൽ അപൂർണമായി വായിക്കാൻ കഴിയുമെന്നായതോടെ അക്ഷരങ്ങളോടും പതിയെ അംന കൂട്ടുകൂടി. പുസ്തകങ്ങളിലും മറ്റും വലിയ അക്ഷരത്തിൽ എഴുതാൻ അംന അതെല്ലാം കുറച്ചു സമയമെടുത്തായാലും വായിക്കും. കയ്പമംഗലം കൂരിക്കുഴി GLP സ്കൂളിൽ നിന്ന് 5ാം ക്ലാസ്സിലാണ് ചന്ദ്രാപിന്നി SRV UP സ്കൂളിലേക്ക് അംന എത്തുന്നത്. അംനയിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ പ്രധാനാധ്യാപിക ആശ ടീച്ചറും മറ്റധ്യാപകരും പൂർണ്ണ പിന്തുണയുമായി ഒപ്പം കൂടി. എൻ്റെ വിദ്യാലയത്തിലെ 7ാം തരത്തിൽ പഠിക്കുന്ന കുട്ടിയാണത്, അംന ഫാത്തിമ. നമ്മുടെ വിദ്യാലയത്തിൽ ഈ കുട്ടി എത്തുന്നത് 5ാം തരത്തിലാണ്. പക്ഷേ ഈ കുട്ടിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ 2 കണ്ണിനും കാഴ്ചയില്ല എന്നുള്ളതാണ്. എന്നാൽ പൂർണ്ണമായിട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ നിഴൽ മാത്രം, ഒരു കണ്ണിന് മാത്രം ചെറുതായിട്ട് കാണാം എന്നാണ് ആ കുട്ടി പറയുന്നത്. അത് എങ്ങനെ കാണുന്നതൊക്കെ തന്നെ നമ്മൾ പുസ്തകമാണെങ്കിൽ വളരെ ക്ലോസ് ചെയ്ത് കണ്ണിനോട് ചേർത്ത് പിടിച്ചാൽ മാത്രമേ ആ കുട്ടിക്ക് അത് കാണാൻ പറ്റുള്ളൂ. അത് ഒരു കണ്ണിനാണ് പറയുന്നത്, കണ്ണിന് ചെറിയൊരു നിഴൽ പോലെ. 2 കണ്ണും മാറ്റി വെക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കണ്ണുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ലാത്തതിനാലാണ് നമ്മൾ കണ്ണ് മാറ്റിക്കൽ സർജറി നടത്താത്തതെന്നാണ് രക്ഷിതാക്കൾ പറഞ്ഞത്. ഇപ്പോഴും അത് ലഭ്യമാണെങ്കിൽ നമ്മളത് മാറ്റിവെച്ച് അവൾക്ക് കാഴ്ച കിട്ടാനായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ സജീവ സാന്നിധ്യമാണിപ്പോൾ ഈ മിടുക്കി. ചിത്രരചനയിൽ താല്പര്യമുണ്ടെങ്കിലും പാട്ടിനോടാണ് അംനയ്ക്ക് കൂടുതൽ ഇഷ്ടം. നന്നായി പാടുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുകൂടാതെ അവൾ ചിത്രം വരയ്ക്കും. ഇപ്പോൾ ഈ കുട്ടിക്ക് ചിത്രം വരയ്ക്കാന്ന് നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് വരയ്ക്കാമെന്ന്. അത് ഈ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ നിഴൽ വെച്ചിട്ട് ആ കുട്ടിക്ക് മുഴുവൻ കണ്ടിട്ടൊന്നും അല്ലെങ്കിൽ പോലും അവളുടെ ഭാവനയിലുള്ള ആ ഇത് വെച്ചിട്ടാണ് അവൾ മുഴുവൻ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഈ കുട്ടി. അപ്പോൾ അതൊക്കെ ഒരു വലിയ സംഭവമാണ്. പക്ഷേ പഠനത്തിലും ഈ കുട്ടി മുൻപന്തിയിലാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. പഠനത്തിൽ നമ്മൾ പറഞ്ഞു 5ാം ക്ലാസ്സിൽ വരുമ്പോൾ ഈ കുട്ടി അക്ഷരങ്ങൾ ചിലതൊക്കെ കാണാൻ തിരിച്ചറിയാമെന്നല്ലാതെ മുഴുവനൊന്നും തുടർന്ന് വായിക്കാനുള്ള ശേഷി ആയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്ന് കുറച്ച് സമയം. കാരണം ഈ കുട്ടി ഒരു സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കേണ്ട കുട്ടിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് വേണ്ടത് ഒന്നുകിൽ ബ്രെയിലി ലിപി അറിയുന്ന ആരെങ്കിലും വേണം. നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒന്നും തന്നെ അതില്ല. അതുപോലെ VRC നമുക്ക് അത്തരത്തിലുള്ള ഒരു അധ്യാപനം കിട്ടാനില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ അധ്യാപകർ ചാർട്ടിലോ അല്ലെങ്കിൽ പുസ്തകത്തിൽ തന്നെ മാർക്കറുണ്ട്, കളർഫുൾ ആയിട്ടുള്ള മാർക്കർ കൊണ്ട് വലിയ അക്ഷരത്തിൽ ഏറ്റവും വലുതായിട്ട് ഓരോ അക്ഷരവും എഴുതി ആ കുട്ടീനെ പഠിപ്പിച്ചു. ഇപ്പോൾ ആ കുട്ടി അത് വായിച്ച് നന്നായിട്ട് ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കും, മലയാളം നന്നായിട്ട് വായിക്കും. എന്തായാലും ഞങ്ങൾക്ക് നമ്മുടെ ഈ കുട്ടീനെ കിട്ടിയതിൽ വളരെയധികം സന്തോഷം, അഭിമാനമുണ്ട്.
നമ്മുടെ കലോത്സവത്തിൽ നമ്മൾ ഇപ്രാവശ്യം മാപ്പിളപ്പാട്ട്, സംഘഗാനം, ദേശഭക്തി ഗാനത്തിലൊക്കെ അമ്നക്കുട്ടി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒക്കെ എ ഗ്രേഡുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 3 ഇനങ്ങളിലും അമ്ന എ ഗ്രേഡും സ്വന്തമാക്കി. ഭാവിയിൽ മികച്ചൊരു ഗായികയാകണമെന്നാണ് അമ്നയുടെ ആഗ്രഹം. കാലം കഥ പറയും കനകനാളം പ്രഭ ചൊരിയും ചമതകൾ എരിയുമേ സ്മരണതൻ തൊടികളിൽ തടിനികൾ അലസമനുദിനവും ഒഴുകുമീ ഹൃദയമാം മരുവിതിൽ തരംഗമായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് തിരഞ്ഞെടുപ്പ് സമിതി ഓഫീസ് മുതിർന്ന CPM അംഗം ചിദംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CPI ബ്രാഞ്ച് സെക്രട്ടറി ഹിരൺ അധ്യക്ഷത വഹിച്ചു. CPM കഴിമ്പ്രം ഹൈസ്കൂൾ ബ്രാഞ്ച് സെക്രട്ടറി പ്രഭാഷ്, വാർഡ് സ്ഥാനാർത്ഥി സുജിന്ത് പുല്ലാട്ട്, കഴിമ്പ്രം ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി താരാബാബു, കിഷോർ വാഴപ്പള്ളി, ലാൽ കച്ചില്ലം, VC അജയൻ, TK അനിൽകുമാർ, KP ജെയിൻ, ഷാജി ഊണുങ്ങൽ, അംബിക സുകുമാരൻ, ഷീബ സുനിൽ, രശ്മി ഷാജു, നസ്രുദ്ദീൻ ഷാ, സുനിൽ പൊയ്യാറ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മുറ്റിച്ചൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ജോയ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MK ജോഷി അധ്യക്ഷനായി. ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഇയാനി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി ശ്രീദേവി വിനീഷ്, ട്രഷറർ മിനി മോഹൻദാസ്, ഏരിയ ട്രഷറർ CR വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി MK ജോഷിയെയും സെക്രട്ടറിയായി ചന്ദ്രിക വിശ്വംഭരനെയും ട്രഷററായി മിനി മോഹൻദാസിനെയും യോഗം തിരഞ്ഞെടുത്തു. അടുത്ത വർഷം 2026 കഴിഞ്ഞ വർഷത്തെ ആനുകൂല്യം കണക്ക് വെച്ച് നോക്കുമ്പോൾ എത്ര രൂപ ലഭ്യമാകും? കാരണം തേരാമില്ല. ഇത് കൊടുത്തത്രയാ 25,000 രൂപ കൂടുതൽ എവിടെ നിന്നുണ്ടാകുന്നത് മനസ്സിലായ കണക്ക്? പറഞ്ഞ കണക്ക് മനസ്സിലാവാത്ത ആരാണ്? അത് മനസ്സിലായ ആരാണ്? ഇത് എവിടെ ചോദിച്ച പോലെയാ സ്നേഹ കുട്ടികളുടെ എഴുതിക്കാൻ പറഞ്ഞതുപോലെ ഇത് മനസ്സിലായ ആരാണ്? എല്ലാവർക്കും മനസ്സിലാക്കില്ല. നമ്മൾ കഴിഞ്ഞ തവണ കൊടുത്തത് 80,000 രൂപ, നമുക്ക് ലഭിച്ചത് 60,000 രൂപ. ഇത്തവണ നമ്മൾ കൊടുത്തത് 40,000 രൂപ. നമുക്ക് അടുത്ത വർഷം ലഭ്യമാകുക എത്രയാണ്? ഞാൻ പറയില്ല, ഒന്ന് ലഭ്യമാകാതിരിക്കട്ടെ. എൻ്റെ ആഗ്രഹം എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ കണ്ണോക്ക് നല്ല കാര്യമാണ്, മറ്റസുഖമാണ് നല്ല കാര്യമാണ്, എൻ്റെ ഭാര്യ മരിച്ചപ്പോൾ നല്ല കാര്യമാണ്, ഞാൻ മരിച്ചപ്പോൾ നല്ല കാര്യമാണ്. ആ മുട്ടിന്റെ ആർക്കും രോഗം വരാതിരിക്കട്ടെ, ആർക്കും മരണം സംഭവിക്കാതിരിക്കട്ടെ, അവകാശം മരിക്കാതിരിക്കട്ടെ. അപ്പോൾ കേരളത്തെ നടുക്കിയ ശബരിമല കൊള്ളയിൽ അന്തിമ അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് എത്തുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. UDF നാട്ടിക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി നിൽക്കുന്ന സ്ഥിതിയാണ്. നമുക്കറിയാം 7 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ പൊതുക്കടം. ഇന്ന് അഴിമതിയും അതുപോലെയുള്ള സുജനപക്ഷപാതം കൊണ്ട് കേരളത്തെ പുറകോട്ടടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ശബരിമല ശാസ്താവിൻ്റെ സ്വർണം പോലും കട്ടെടുക്കുന്ന, കൊള്ളയടിക്കുന്ന കുറുവാ സംഘമായി ഈ ഇടതുപക്ഷ ഗവൺമെൻറ് മാറിയ ഒരു കാലഘട്ടമാണ്. കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ കൊള്ളയടിച്ച ഒരു ഗവൺമെൻറ്റാണെന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. CPMൻ്റെ നേതാക്കന്മാർ ഓരോരുത്തരായി ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാസു ജയിലിലാണ്, പത്മകുമാർ ജയിലിലാണ്, അധികം വൈകാതെ കടകംപള്ളിയും അതുപോലെ തന്നെ വാസുവിനും ഒക്കെ ജയിലിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ മാർച്ച് മാസം കഴിഞ്ഞാൽ പിണറായി വിജയനും അഴിക്കുള്ളിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഇപ്പോൾ നടന്നിട്ടുള്ള അറസ്റ്റുകൾ അന്വേഷണത്തിന്റെ 1-ാം ഘട്ടം മാത്രമാണെന്നും 2ഉം 3ഉം ഘട്ടം കഴിയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ CPM ഇല്ലാതാകുമെന്നും സനീഷ് കുമാർ ജോസഫ് MLA കൂട്ടിച്ചേർത്തു. UDF നാട്ടിക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് ആറ്റുപറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷൻ സ്ഥാനാർത്ഥി അനിൽ പുളിക്കൽ, തളിക്കുളം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി
അഡ്വക്കേറ്റ് A.T. നേന, DCC സെക്രട്ടറി VR വിജയൻ, കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, KA കബീർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ VD സന്ദീപ്, ഷോല മഹേഷ്, നാട്ടിക പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ രമ്യ അനിൽകുമാർ, ഗിരിജ മണികണ്ഠൻ, KA ഷൗക്കത്ത് അലി, PM സിദ്ദീഖ്, സുബില പ്രസാദ്, PC മണികണ്ഠൻ, CS മണികണ്ഠൻ, നിഷ ഉണ്ണികൃഷ്ണൻ, ബിന്ദു പ്രദീപ്, AV ബാബു, P വിനു, സിന്ധു സിദ്ധപ്രസാദ്, ശ്രീവിദ്യ ചെമ്പിപ്പറമ്പിൽ, സീന ഉണ്ണികൃഷ്ണൻ, ചക്രപാണി പുളിക്കൽ എന്നിവർ പങ്കെടുത്തു. നാട്ടിക പഞ്ചായത്തിൽ 8 മാസം മുമ്പ് നടന്ന 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ P വിനു മത്സരിച്ചപ്പോൾ വിനുവിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനായ നമ്മുടെ സനീഷ് കുമാർ ജോസഫ് MLA ആയിരുന്നു. ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം, ആ ഉദ്ഘാടനം വിനുവിൻ്റെ ചരിത്ര വിജയത്തിലേക്കാണ് നയിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനവും വഴിവെക്കുന്നത്, അതല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്നത് നാട്ടികയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചരിത്ര വിജയം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കുടുംബത്തിനൊരു കൈത്താങ്ങ് എന്ന ലൈഫ് ലൈൻ പദ്ധതിയുടെ ഭാഗമായി തൃപ്രയാർ യൂണിറ്റിൽ നിന്നും കഴിഞ്ഞ ദിവസം അന്തരിച്ച MP ജോൺസൺ അവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. നാട്ടിക സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തൃപ്രയാർ യൂണിറ്റ് പ്രസിഡന്റ് PH സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പഴുവിൽ ഫെറോന ഇടവക വികാരി റവറന്റ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരിമ്പൻ, ജില്ലാ ട്രഷറർ KC ജോർജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് MK രാധാകൃഷ്ണൻ, വാടാനപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് PK മോഹനൻ, പെരുമ്പുള്ളിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് CK വിജയൻ, പോളി മേക്കാട്ടുകുളം യൂണിറ്റ് സെക്രട്ടറി CJ ആൻഡോ, യൂണിറ്റ് ട്രഷറർ KV രാജേഷ് എന്നിവർ സംസാരിച്ചു. ഒരു ജീവനില്ലാത്ത ഒരു വസ്തുവിനോടാണ് ഇപ്രകാരം നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ ഞാൻ ജീവനുള്ള വ്യക്തികളുമായിട്ട് ഇപ്രകാരം വർക്ക്ഷോപ്പ് ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങളെന്നെ വിളിച്ചപ്പോൾ ഈ ഒരു ഉദ്ദേശത്തിലാണ് ക്ഷണിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഈ ഒരു നല്ല ഒരു അവസരത്തിൽ, അതും എൻ്റെ ഇടവകാംഗം എന്ന രീതിയിൽ ശ്രീ കാട്ടുകുളം ജോൺസൺ ചേട്ടനെ കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ഇടവകയിൽ പഴവിൽ വന്നിട്ട് 3 വർഷം ഈ ഫെബ്രുവരി തികയാണ്. 30 വർഷം മുമ്പ് ഞാനിവിടെ അസിസ്റ്റന്റ് വികാരിയായിട്ട് ഈ കൊറോണ പള്ളിയിൽ ഉണ്ടായിരുന്നു. 1993 വർഷത്തിൽ. അന്ന് ഇദ്ദേഹത്തെ ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് അദ്ദേഹത്തെ കൂടുതലായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ഗൾഫ് ജീവിതത്തിലായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നല്ലോ. നാട്ടിക ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. EP ഹരീഷ് മാസ്റ്റർ, സജിനി ഉണ്ണിയാരംപുരയ്ക്കൽ, PV സെന്തിൽകുമാർ, NS ഉണ്ണിമോൻ, ലാലു ഉണുങ്ങൽ, PT ശ്രീകുട്ടൻ, PK ബേബി, അംബിക ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. 1-ാം വാർഡ് സനി രാജു, 2 സജിനി ഉണ്ണിയാരംപുരയ്ക്കൽ, 3 PV സെന്തിൽകുമാർ, 4 ദിനേശ് വെള്ളാഞ്ചേരി, 5-ാം വാർഡിൽ അനുപമ ഗോപാലകൃഷ്ണൻ, 6-ാം വാർഡിൽ ഷൈബു പുള്ളിപ്പറമ്പിൽ, 7-ാം വാർഡിൽ ബൈജു കോറോത്ത്, 8-ാം വാർഡിൽ ജയ സത്യൻ, 9-ാം വാർഡിൽ അംബിക ടീച്ചർ, 10 NS ഉണ്ണിമോൻ, 11 ജ്യോതിദാസ്, 12 രഹന ബിനീഷ്, 13 പ്രസാദ് മാഷ്, 14 പ്രസീത ഷൈജു, 15 സുധീർ കാഞ്ഞിരപ്പറമ്പിൽ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് ഉപജില്ലയിലെ UP വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ലിറ്റിൽ മാസ്റ്റേഴ്സ് പരിശീലന പരിപാടിക്ക് തുടക്കമായി. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വലപ്പാട് AEO KV അമ്പിളി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡയറ്റ് ഫാക്കൽറ്റി P പ്രസി അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വികസന സമിതി ട്രഷറർ TV വിനോദ്, GLP സ്കൂൾ പ്രധാനാധ്യാപിക ബഞ്ചു,
HM ഫോറം കൺവീനർ ഷാജി ജോർജ്, വികസന സമിതി വൈസ് ചെയർമാൻ A ജാഫർ, കൺവീനർ KS സനീഷ് കുമാർ, പ്രൊജക്ട് കോർഡിനേറ്റർ CJ ജെന്നി എന്നിവർ സംസാരിച്ചു. തുടർന്ന് മുൻമതിലകം BPC TS സജീവൻ വായനയുടെ സൗന്ദര്യം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. ഉപജില്ലയിൽ നിന്നും LSS സ്കോളർഷിപ്പ് നേടിയ കുട്ടികളിൽ നിന്നും മികച്ച 10 പേരെ തിരഞ്ഞെടുത്താണ് പരിശീലനം നൽകുന്നത്. വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ക്ലാസുകൾ, സെമിനാറുകൾ, സാഹിത്യ പാഠശാലകൾ, ശാസ്ത്ര പരീക്ഷണങ്ങൾ, ചരിത്രാന്വേഷണ യാത്രകൾ തുടങ്ങിയവയാണ് പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുന്നത്. ശനിയാഴ്ചകളിലും മറ്റ് ഒഴിവു ദിവസങ്ങളിലുമായി 20 ക്ലാസുകളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. പരിമിതികളെ മറികടന്ന് സംഗീത ചിത്രരചനാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പൂങ്കുന്നം സ്വദേശി ശ്രേയസ് കിരണിന് ഞായറാഴ്ച വെളുത്തൂർ മാനവ് സംഗീത അക്കാദമിയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനുമോദന സദസ്സ് ഗാനരചയിതാവ് MD രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സതീഷ് ന്യാസ് അധ്യക്ഷത വഹിക്കും. മാനവ് സംഗീത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയാണ് 22 വയസ്സുള്ള ശ്രേയസ്. ഓട്ടിസത്തിന്റെ വെല്ലുവിളികൾക്കിടയിലൂടെ സഞ്ചരിച്ച് സംഗീതത്തിലും ചിത്രരചനയിലും ഒരുപോലെ പ്രാഗൽഭ്യം നേടാൻ ഈ മിടുക്കന് സാധിച്ചു. ഡിസംബർ 3 രാഷ്ട്രപതിയിൽ നിന്ന് ശ്രേഷ്ഠ ദിവ്യാംഗൻ പുരസ്കാരം ശ്രേയസ് കിരൺ ഏറ്റുവാങ്ങും. മാനവ് സംഗീത അക്കാദമി പ്രിൻസിപ്പൽ സതീഷ് ന്യാസ്, മ്യൂസിക് ക്ലബ് അംഗങ്ങളായ മണികുന്നത്ത്, അനിൽകുമാർ, കൃഷ്ണകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി സർഗകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 16ാമത് ജില്ലാതല ചിത്രകല ലളിത സംഗീത മത്സരങ്ങൾക്ക് തുടക്കമായി. ഏങ്ങണ്ടിയൂർ ഫാദർ പോൾ ചിറ്റിലപ്പള്ളി മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ നടത്തുന്ന മത്സരങ്ങളിൽ ശനിയാഴ്ച LP, UP, ഹൈസ്കൂൾ വിഭാഗം ലളിത സംഗീത മത്സരങ്ങൾ നടത്തി. ഞായറാഴ്ച രാവിലെ KG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളുടെ ചിത്രകലാ മത്സരങ്ങളും നടക്കും. ഇനിയും മറക്കൂ
മാഞ്ഞു പോയൊരു ബാല്യമേ തളിക്കുളം വാടാനപ്പള്ളി തീരദേശ അയ്യപ്പ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ദേശവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രാവിലെ ഏങ്ങണ്ടിയൂർ ബൈജുരാജ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. വൈകിട്ട് കാൽനാട്ട് കർമ്മം, ഭജന, തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് തീരദേശ അയ്യപ്പ സമിതി പ്രസിഡന്റ് ബാലൻ ഇത്തിക്കാട്ട്, ജനറൽ സെക്രട്ടറി UA ഉണ്ണികൃഷ്ണൻ, ബാബു പങ്കംപുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണലൂർ ഏരിയ കാരമുക്ക് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുജാത ജയേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ലിനി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി CC ആൻഡോ, ട്രഷറർ TK വത്സര, ഏരിയ സെക്രട്ടറി ബിന്ദു ജോസ്, ഏരിയ പ്രസിഡന്റ് ജോബി കൃഷ്ണൻ, ഏരിയ വൈസ് പ്രസിഡന്റ് ജിത സുനിൽകുമാർ, കമ്മിറ്റി അംഗങ്ങളായ ബീന അമ്പിളി, റിമ, രമ്യ, ജയ എന്നിവർ സംസാരിച്ചു. മാരിയിൽ വെച്ച് രൂപീകരിച്ച് ഇന്നിപ്പോൾ 45ാമത്തെ വയസ്സിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. അങ്ങനെ നിൽക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ഈ സംഘടനയിലെ അംഗങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ സംഘടനയെ കുറിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്കും തിരിച്ചറിവുണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താണ് നമ്മുടെ സംഘടന? ക്ഷേമനിധിയിൽ ചേരുന്നതിന് വേണ്ടി മാത്രമാണോ AKTA എന്ന സംഘടന? അല്ല. നമ്മുടെ തയ്യൽ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് സാന്ത്വനം നൽകുന്നതിന് വേണ്ടി പല പല രൂപത്തിൽ നമ്മുടെ സംഘടന നമ്മളെ സഹായിക്കുന്നുണ്ട്. എല്ലാ വർഷവും നമ്മൾ 90 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കും അല്ലേ. ആ മെമ്പർഷിപ്പിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? അടിയിലൊരു കാര്യം, ഒരു സെന്റൻസ് ഉണ്ട്. നമുക്കൊരു ഭരണഘടനയുണ്ട്, അറിയോ? മാർഗരേഖ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ. നമുക്കൊരു ഭരണഘടന ഉണ്ടാക്കിയിട്ടേക്ക് ആ ഭരണഘടന അനുസരിച്ച് അതാത് സമയത്ത് സംഘടന വരുത്തുന്ന മാറ്റങ്ങൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് വിധേയരായി പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിൽ പേരെഴുതി ഒപ്പിടുന്നത്. കാഞ്ഞിരച്ചുവട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ അമ്പലം കൈക്കൊള്ളൽ ചടങ്ങ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും കൂടെ ഗംഭീരമായിട്ട് വളരെയധികം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തോടുകൂടി തന്നെ ഗംഭീരമായിട്ട് ഇവിടെ വിളക്ക് ആചരിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷവും എനിക്ക് ഈ ദിവസം ഇവിടെ വരാൻ സാധിച്ചു. ഇത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എല്ലാ നാടിൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും പ്രധാനമായിട്ടുള്ള ഈ കാഞ്ഞിരച്ചുവട് ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഈ ചടങ്ങുകൾ എല്ലാവർക്കും പങ്കെടുത്തുകൊണ്ട് ഇത് വളരെ വിജയമാക്കി തീർക്കാനും ഭക്തജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും ഭക്തിയും
അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഒരുമിച്ചുണ്ടാവാനായിട്ട് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഭഗവാന്റെ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം എപ്പോഴും നിറഞ്ഞൊഴുകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ചെമ്മപ്പള്ളി ശ്രീ ആന്വേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ചെണ്ടമേളത്തിന്റെയും ശാസ്താപാട്ടത്തിന്റെയും പൂത്താലത്തിന്റെയും അകമ്പടിയോടുകൂടി പാലക്കുംപെഴുന്നള്ളിപ്പ് കാഞ്ഞിരച്ചുവട് തെക്കേഞ്ചേരി പുളിക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. അശ്വതി പുള്ള നയിക്കുന്ന എന്റെ ഗുരുനാഥൻ അയ്യപ്പൻ വിളക്ക് പുള്ള സംഘം വിളക്കിന് നേതൃത്വം വഹിച്ചു. തുടർന്ന് ശ്രീബ്രഹ്മ ഭജൻസ് വാടാനപ്പള്ളിയുടെ ഭജന അരങ്ങേറി. ശേഷം പ്രസാദവൂട്ടുണ്ടായിരുന്നു. ഭാരവാഹികളായ പ്രസിഡന്റ് സോമശേഖരൻ പണിക്കശ്ശേരി, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വടക്കുംതുള്ളി, ട്രഷറർ രാമചന്ദ്രൻ പൂക്കാട്ട്, രക്ഷാധികാരി മണി കൊട്ടാരത്തിൽ എന്നിവർ ദേശവിളക്കിന് നേതൃത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അകക്കണ്ണിന്റെ കാഴ്ചയിൽ പഠനത്തിലും കലയിലും തിളങ്ങി അംന ഫാത്തിമ. നാട്ടിക ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാഞ്ഞിരച്ചുവട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.